എം സ്വരാജിന് തോറ്റൊരു ഇലക്ഷന്റെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അത് ആഘോഷിച്ചതാണ് ആ പരാജയം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും സ്വരാജിനെ അവിടെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് യുവജന സംഘടനയുടെ അഭിമാന പോരാട്ടമാണ്. CPM-ന്റെ മെസ്സേജ് വളരെ കൃത്യമാണ്. ഞങ്ങളിത് ഒട്ടും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. നിലമ്പൂരിലെ CPM-ന്റെ സർജിക്കൽ സ്ട്രൈക്കോടെ കളം മാറുകയാണ്. CPM-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ജനകീയനായ മുഖം എം സ്വരാജ് സ്വന്തം മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന നിലമ്പൂരിൽ മത്സരിക്കാനെത്തുന്നു. ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലമ്പൂരുകാരുടെ ബൗട്ടിക്കാക്ക. അപ്പോൾ രണ്ട് ജനകീയർ മുഖാമുഖം നിൽക്കുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിലുള്ള നേർക്കുനേർ മത്സരത്തിലേക്ക്, ഒരു ദ്വന്ദ്വ യുദ്ധത്തിലേക്ക് നിലമ്പൂർ മാറുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ നിയമസഭാ പോരാട്ടം എന്നുള്ള നിലയിൽ വലിയ പ്രാധാന്യമുള്ള ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് എന്ന് ചർച്ച ചെയ്യുകയാണ് ഇവിടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് നമ്മോടൊപ്പം ഉണ്ട്. രാജീവ്, ഇവിടെ ഇപ്പോൾ എം സ്വരാജ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള ഫേസാണ്. അപ്പോൾ സ്വരാജ് മത്സരിക്കുന്നു. അപ്പുറത്ത് ആര്യാടൻ 35 കൊല്ലം MLA ആയിരുന്ന മണ്ഡലമാണ്, 6 തവണ ജയിച്ച മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ 2ാം അംഗത്തിന് അവിടെ ഇറങ്ങുകയാണ്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിലെ ഇക്വേഷൻസ് ആകെ മാറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി ഒരു വർഷം പോലും ഇല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു ആൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ 1 വർഷം പോലും കിട്ടാത്ത, ജനപ്രതിനിധിക്ക് കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അങ്ങനെ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ കടുത്ത പോരാട്ടമൊക്കെ വേണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. ഏതായാലും സ്വരാജിനെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിനെ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കുന്നതിലൂടെ CPM ഇത് എത്രത്തോളം സീരിയസ് ആയിട്ടാണ്, എത്രത്തോളം കടുത്ത പോരാട്ടത്തിനാണ് CPM തയ്യാറെടുക്കുന്നതിനുള്ള അതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ പൊതുസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി, പൊതുസ്വീകാരനായ സ്ഥാനാർത്ഥി എന്നുള്ളത്. ഇപ്പോൾ നിലമ്പൂരിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റ് മലപ്പുറം മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ വലിയൊരു മേധാവിത്വം ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ. അപ്പോൾ അവിടെ എന്നാൽ നല്ലൊരു ശതമാനം ക്രൈസ്തവ വോട്ടുകളുമുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളെ കൊണ്ടുവരും എന്നുള്ള അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പേരുകളൊക്കെ വന്നിരുന്നു. അങ്ങനെ പേരുകൾ അന്തരീക്ഷത്തിലുള്ളപ്പോഴാണ് MV ഗോവിന്ദൻ പറയുന്നത് പൊതുസ്വീകാരനായ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല, പാർട്ടി നിർത്തുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് എന്നുള്ള സന്ദേശം കൊടുക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ LDF-ന് ഭയങ്കരമായ വിജയസാധ്യത ഒന്നുമില്ല, അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സിറ്റിംഗ് സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നു. അവിടെ എന്തായാലും CPM-ന്റെ മെസ്സേജ് വളരെ കൃത്യമാണ്. ഞങ്ങളിത് ഒട്ടും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉദാസീനത അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പല്ലേ എന്നുള്ള തോന്നൽ, അതൊന്നുമല്ല. ഞങ്ങൾ ഏറ്റവും കടുത്ത പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അവിടെ മാധു, എനിക്ക് തോന്നുന്നു ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് PV അൻവർ ആയിരിക്കുമെന്നാണ്. ഇന്നലെ വരെ കടക്കണ്ട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ സ്വരം മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ CPM-ന് ഒരു റെഡ് അലർട്ട് കൊടുക്കാൻ നിലമ്പൂരിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വാക്കാണ് കൃത്യം. അതായത് CPM-ന്റെ മുഴുവൻ അണികളും ഇന്ന് ഫേസ്ബുക്കിലെല്ലാം പറയുന്നൊരു വാക്ക്, ആഹ്വാനം ചെയ്യുന്നൊരു വാക്ക് റെഡ് അലേർട്ട് എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂരിൽ റെഡ് അലേർട്ടാണ്. CPM-ന്റെ ഇടത് സംഘടനാ സംവിധാനത്തെ ഏറ്റവും കാര്യക്ഷമമായി, ഏറ്റവും അച്ചടക്കത്തോടു കൂടി ചലിപ്പിക്കാൻ കഴിയുന്ന യുവജന നേതാവ് എന്ന നിലയ്ക്ക് ഇതിൽ കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് എം സ്വരാജും PV അൻവറും തമ്മിലുള്ള ഒരു സാദൃശ്യമാണ്. അതായത് PV അൻവർ എം സ്വരാജ് രാഷ്ട്രീയമായി അലക്കിത്തേച്ച ഭാഷയിൽ, വടികൊത്ത ഭാഷയിൽ CPM-ന്റെ രാഷ്ട്രീയം ഏറ്റവും കടുത്ത വിമർശനങ്ങളായി ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഈ ഇടത് സൈബർ വിങ്ങിനെ ആകെ അതിൻ്റെ ഒരു നാടൻ ഭാഷയിൽ ചലിപ്പിച്ചിരുന്ന, ഏറ്റവും അക്രമോത്സുകമായി ചലിപ്പിച്ചിരുന്ന മറ്റൊരാളാണ് PV അൻവർ എന്ന് പറയുന്നത്. PV അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഏറ്റവും അഭിമാനകരമായ, അല്ലെങ്കിൽ PV അൻവർ അപ്രസക്തനായി പോയി കഴിഞ്ഞിരിക്കുന്നു തെളിയിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എം സ്വരാജ് അവിടെ വരുന്നു. എം സ്വരാജ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംഘടനാ സംവിധാനം കൃത്യമായി ചലിക്കും. ഇടത് യുവജന പ്രസ്ഥാനം ആകെ അവിടെ വന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കും. അവരുടെ അഭിമാന പോരാട്ടമാണ്. എം സ്വരാജിന് തോറ്റൊരു ഇലക്ഷന്റെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അത് ആഘോഷിച്ചതാണ് ആ പരാജയം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും സ്വരാജിനെ അവിടെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് യുവജന സംഘടനയുടെ അഭിമാന പോരാട്ടമാണ്. അതിൽ അവർ എങ്ങനെ പണിയെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.